ഹായ് ഗുഡ് മോർണിംഗ്. രേക്കി സ്പിരിച്വാലിറ്റി ആൻഡ് ഹിയറിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്നത്തെ എനർജി എന്തായിരിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇന്നത്തെ എനർജി എങ്ങനത്തെ ആയിരിക്കും, എന്തൊക്കെയാണ് വീണ്ടും അതിന് മെസ്സേജ് തരാനുള്ള എന്തെങ്കിലും ഗൈഡൻസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുവാണെങ്കിൽ നിങ്ങളുടെ എനർജി ഇവിടെ ടാപ്പ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റീഡിങ് തരാൻ സാധിക്കും. നമുക്ക് കാർഡ് നിൽക്കുക എന്താ വന്നിരിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് എംബറാണ് വന്നിരിക്കുന്നത്. പെൻറ്റക്കിൾസ് ഇന്ന് ഭയങ്കര അഭിമാനിക്കുന്ന നിമിഷങ്ങളാണ്. ഓക്കെ, 7 of Wands, 2 of Pentacles. ഇത് ചെയ്യുന്ന അത് എന്താണ് ക്ലാരിറ്റി ഒന്ന് ആലോചിച്ചെടുത്ത എംബ്രറും ക്യൂൻ പെൻറ്റക്കിൾസും വന്നേക്കുന്നത് എന്താണ് കേട്ടോ. അപ്പോൾ ഒരു കാർഡ് നിൽക്കാം എന്താണ് കിങ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ കിങ് ഓഫ് പെൻറ്റക്കിൾസും ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. എന്തായാലും ഫിനാൻഷ്യലി ഒരു ഹൈ എനർജി നിൽക്കുക. കുറേ പൈസ കിട്ടുന്ന കൈ വരുന്ന ദിവസമാണ്. പിന്നെ നമുക്ക് ബോട്ടം വന്നേക്കുന്നത് 8 of Swords ആണ് വന്നേക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുമ്പോട്ട് പോകാൻ പറ്റാത്ത പോലെ നിങ്ങളുടെ ചില ചിന്തകൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ചില നെഗറ്റീവായ ചില കാര്യങ്ങൾ നിങ്ങളെ മുമ്പോട്ട് പോകാൻ സമ്മതിക്കാതെ സ്റ്റക്കാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി മുമ്പോട്ട് പോവുക എന്നാണ് കാർഡ് വന്നിരിക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് ആ ഒരു എനർജിയിൽ മാറ്റണം. നിങ്ങൾ ഇങ്ങനെ ഭയന്നിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ ഒരു കൺഫ്യൂഷനൊക്കെ മാറുന്ന ദിവസമാണ്. ഫിനാൻഷ്യലി കുറേ ആവശ്യങ്ങൾ നിങ്ങൾക്ക് കാണും, പക്ഷെ നിങ്ങളുടെ കയ്യിൽ അതിനുള്ള പൈസയില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അതിൽ കുറച്ച് വിഷമിച്ചിരിക്കുന്നവർക്ക് ഇന്ന് നിങ്ങളുടെ ആവശ്യത്തിനുള്ള പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് വന്നു തരും. എന്ത് കാര്യത്തിനും നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ഇത്ര പൈസ വേണം ആവശ്യത്തിന് എന്ന് ചിന്തിച്ചിരിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അത് കിട്ടുന്നതാണ്. എവിടുന്നെങ്കിലും കുറച്ച് പൈസ കൈവരുന്ന എനർജി ചിലവർക്കൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ചിലവർ ചിലപ്പം എന്തെങ്കിലും നമ്മൾ പാസ്റ്റിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ചിട്ടി ഇല്ലെങ്കിൽ ലോൺ അപേക്ഷിച്ചിട്ട് അങ്ങനെയൊക്കെ അവർക്കൊക്കെ ഇന്ന് പൈസ വന്നു തരുന്ന എനർജിയാണ്. പിന്നെ നിങ്ങൾക്ക് കുറേ പാസ്റ്റിൽ കുറേ ശത്രുക്കളൊക്കെ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ പുറമെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെത്തുന്നതായിരിക്കും നിങ്ങൾക്ക് ശത്രുക്കളായിട്ട് വന്നിരിക്കുന്ന കുറേ ആൾക്കാർ. അപ്പോൾ അവരൊക്കെ ഇന്ന് നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ദിവസമാണ്. ആ ഒരു എനർജിയൊക്കെ ആ ഒരു ശത്രുക്കളൊക്കെ ഇന്ന് മാറിപ്പോയി നിങ്ങളടുത്തൊരു ഭയങ്കര ബഹുമാനവും സ്നേഹമൊക്കെ തോന്നുന്ന ദിവസം. ആ ശത്രുക്കൾക്ക് പോലും നിങ്ങളെ ഇന്ന് ബഹുമാനിക്കുന്ന ദിവസമാണ്. അത്ര നല്ലൊരു എനർജിയാണ്. ഇന്ന് എന്തായാലും ഒരു ജോലി എന്തെങ്കിലും നോക്കിയിരിക്കുന്നവർക്ക് ജോലിയിൽ നിന്ന് ഉറപ്പായിട്ടും അതിൻ്റെ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുന്നവർക്ക് അവർക്ക് ഇന്ന് അവിടുന്ന് ശരിക്കും നിങ്ങളെ ഒരു അനുകൂലമായിട്ടൊരു റിപ്ലൈ കിട്ടിയിരിക്കും. അല്ലെങ്കിൽ ജോലി നോക്കുന്നവർക്ക് ഇന്ന് ജോലി അനുകൂലമാണ്. പിന്നെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ ഇന്നത്തെ ദിവസം അതിനൊരു തീരുമാനം എടുക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്തിപ്പോൾ ഉള്ളത് കൺഫ്യൂഷനൊക്കെ മാറ്റി മുമ്പോട്ട് പോവുക. ഭയന്നിരിക്കാതെ നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളൊക്കെ മാറ്റി ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക. പിന്നെ പുറമേ ഉള്ള ശത്രുക്കളൊക്കെ അവരെയൊക്കെ ഒരു മാറ്റി നമ്മൾ മുമ്പോട്ട് പോകുന്ന എനർജിയാണ് ഈ കാണിക്കുന്നത്. അപ്പം ആരൊക്കെ ശത്രുക്കളായിട്ട് നിന്നാലും നമ്മുടെ ഒരു പവറിൻ്റെ മുമ്പിൽ അവരൊക്കെ നിഷ്പ്രഭമായി പോകുന്ന ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ എത്ര ശത്രുക്കളും നമ്മുടെ ഒരു മെഡിറ്റേഷൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ആയിരിക്കും, നമ്മുടെ ഒരു ഡിവൈൻ്റെ കണക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മുടെ മുമ്പിൽ അവരൊന്നും ഒന്നും അല്ലാതാവുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ കാണിക്കുന്നത്. അപ്പോൾ ഇന്നൊരു പൈസപരമായിട്ട് നല്ല ഹൈ എനർജിയാണ്, നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. നല്ല എന്ത് കാര്യം ഇന്ന് തുടങ്ങി വെക്കുന്നത് ഇന്നത്തെ കാര്യം നിങ്ങൾ സക്സസ്സിലായിരിക്കും. നിങ്ങളുടെ യാത്ര എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ബിസിനസ് സംബന്ധമായിട്ട് ഇല്ലെങ്കിൽ ജോലിയിൽ എന്തെങ്കിലും യാത്രയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇന്ന് വിജയിക്കുന്ന ദിവസമാണ്. എന്തായാലും നല്ലൊരു എനർജിയാണ് ഇന്ന്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൺഫ്യൂഷൻ മാറ്റുക, ഭയം മാറ്റുക. ഇങ്ങനെയുള്ള പുറമേ ഉള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ശത്രുക്കളോ അങ്ങനെയുള്ള എനർജി ഉണ്ടായിരുന്നെങ്കിൽ
അതും മാറി നിങ്ങളൊരു റെസ്പെക്റ്റിലേക്ക് വരുവാണ്. അപ്പം നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ചില ഭയങ്ങളും കൺഫ്യൂഷനൊക്കെ മാറ്റി മുമ്പോട്ട് പോവുക. ഇതാണ് ഇന്നത്തെ എനർജി. എന്തായാലും എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവട്ടെ. അത്ര ഒരു ഇത് ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. അപ്പം അതല്ല, നിങ്ങൾക്കിത് കാണേണ്ട ടൈം ആകുമ്പോഴേ ഡിവൈൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടെത്തുള്ളൂ. ഇപ്പോൾ ഇന്നത്തെ യൂണിവേഴ്സൽ മെസ്സേജായിട്ട് ഞാൻ എടുത്താലും ഇത് എപ്പോഴാണോ നിങ്ങൾക്കിത് കാണേണ്ടത്, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സമയത്തൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് ഡിവൈൻ ഇത് കൊണ്ടുവരും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, കിങ് ഓഫ് പെൻറ്റക്കിൾസും ക്വീൻ ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി കിട്ടും നിങ്ങൾക്ക്. ഒരു അബണ്ടൻസ് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു ഫിനാൻഷ്യലി വരുന്ന എനർജിയാണ് കാണിക്കുന്നത്. എംബ്രറും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. നമുക്ക് മഹാദേവൻ്റെ കാളിയമ്മയുടെ ഗൈഡൻസും എടുത്തേക്കാം. എന്താണ് മഹാദേവനും ഭദ്രകാളിയമ്മയ്ക്കും പറയാനുള്ളത് നോക്കാം. ഇന്ന് നല്ലൊരു ദേവി അമ്മയുടെ നല്ലൊരു ദിവസവും. ഭരണി പറ്റുന്നവരൊക്കെ ഭദ്രകാളിയമ്മയ്ക്ക് എന്തെങ്കിലും നിങ്ങളെക്കൊണ്ട് പറ്റുന്നവർ എന്തെങ്കിലും വഴിപാടൊക്കെ ചെയ്യുക. നമ്മുടെ പൈസയുടെ അനുസരിച്ച്, നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച്. ഇല്ലെങ്കിൽ ഒന്നും വേണ്ട, പോയൊരു നിങ്ങളുടെ വീട്ടിലുള്ളൊരു പൂവെങ്കിലും പിച്ചിട്ട് പോയി ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ഫലം കിട്ടും. അത്ര ഒരു വിശേഷ ദിവസമാണിന്ന്. പിന്നെ പൈസ ഉള്ളവരൊക്കെ രക്തപുഷ്പാഞ്ജലി ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഫലമാണ്. ഗുരുതിയുള്ള അമ്പലത്തിൽ ഭദ്രകാളിയമ്മയ്ക്ക് ഗുരുതി ചെയ്യുക. ഇതുപോലത്തെ ശത്രുദോഷങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ മാറിക്കിട്ടും. ഓക്കെ, ആദ്യം തന്നെ കാമകലാകാളി, ബ്ലെസ്സിങ്സ് ഓഫ് വെൽത്ത് ആൻഡ് പ്രൊട്ടക്ഷൻ ഫ്രം ഔട്ടർ ആൻഡ് ഇന്നർ ഡേഞ്ചേഴ്സ്. ആദ്യം തന്നെ നമ്മുടെ അനുഗ്രഹമാണ് വന്നിരിക്കുന്നത്. ആദിയോഗി, ബ്ലെസ്സിങ്സ് ഓഫ് യോഗ, നോളജ് ഫ്രം ദ ഫസ്റ്റ് ഗുരു, കണക്ട് വിത്ത് യുവർ ഇന്നർ സെൽഫ്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ മെഡിറ്റേഷൻ്റെയും ഒരു പ്രാർത്ഥനയുടെ ഒക്കെ ഫലം കൊണ്ട് നിങ്ങൾക്കൊരു പവർ കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ അത് മഹാദേവൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ആദിയോഗി, നമ്മുടെ മെഡിറ്റേഷൻ്റെ ഒരു ഗുരു എന്ന് നമ്മൾ സങ്കല്പിക്കുന്നത് എപ്പോഴും മഹാദേവനെയാണ്. അപ്പോൾ ഒരു മഹാദേവൻ്റെ ബ്ലെസ്സിങ്സ് കൊണ്ട്. പിന്നെ കാളിയമ്മയുടെ ഞാൻ പറഞ്ഞല്ലോ വെൽത്ത് ആൻഡ് പ്രൊട്ടക്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് പുറമേ ഉള്ള ആൾക്കാരിൽ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, ഉള്ളിലുള്ള നെഗറ്റീവ്സ്, വേണ്ടാത്ത ചിന്തകൾ, കൺഫ്യൂഷൻ, ഇതൊക്കെ ദേവി എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ധൈര്യം തരുവാണ്. അപ്പം ദേവി അമ്മ നമുക്ക് ആ ഒരു ധൈര്യം തരുന്നുണ്ട്. കൺഫ്യൂഷനെല്ലാം മാറ്റി നമ്മുടെ പുറമേ ഉള്ള ശത്രുക്കളെ മാറ്റും. അകത്തു നിന്നുള്ള ആ ഒരു നമ്മുടെ വേണ്ടാത്ത നെഗറ്റീവ്സ് എല്ലാം എടുത്ത് കളയുന്നുണ്ട്. പിന്നെ മഹാദേവൻ്റെയും ആ ഒരു മെഡിറ്റേഷൻ്റെ പ്രാർത്ഥനയുടെ ഒക്കെ പവർ കൂട്ടാൻ മഹാദേവനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എനർജി. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഇത് ആർക്കൊക്കെ റെസനേറ്റ് ആവുന്ന എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക മക്കളെ. ഓക്കെ, താങ്ക് യു.